ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് മങ്കരയിലെ മണ്ണൂത്തി അഗ്രി ഗാർഡനിലാണ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പുതിയ ചെടികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളപ്പോൾ അകത്തോട്ട് കയറി. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബോഗൻ വില്ലേഴ്സ് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് കളറിലും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ബോഗൻ വില്ലേഴ്സാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഗാർഡനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറേ അധികം പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ചെമ്പരത്തി നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു യെല്ലോ കളറിലുള്ള ഒരു ചെമ്പരത്തിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പോലെ 10 മണിപ്പൂ അല്ലെങ്കിൽ 4 മണിപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് റോസസിൻ്റെ വെറൈറ്റീസ്. പിന്നെ ഇത് കുറച്ചുകൂടെ നമ്മൾ ഈ നന്ദ്യാർവട്ടം, ചെറിയ നന്ദ്യാർവട്ടത്തിൻ്റെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അകത്തോട്ട് കയറുന്നതോറും നമുക്ക് കൂടുതലായിട്ടുള്ള ചെടികളോട് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നിലോട്ട് കയറി വന്നപ്പോഴേ നമുക്കിവിടെ ഈ നമ്മൾ നാടൻ തൈ വിത്തുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ സീസൺ അല്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് തരം തക്കാളി, വഴുതനങ്ങ, വെണ്ടയ്ക്ക, അതുപോലെ പച്ചമുളക്, ക്യാബേജ്, ചെണ്ടുമല്ലി പൂവിൻ്റെ ഒക്കെ ഉണ്ട്. ചെണ്ടുമല്ലിയുടെ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇവിടെ വന്നാൽ ഇതും കൂടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ചെടികൾ വാങ്ങാൻ വരുന്നവർക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ചട്ടികളെല്ലാം അവൈലബിൾ ആണ്. പല കളറുള്ള ചട്ടികളുണ്ട്. അതുപോലെ ഇൻഡോറിനും ഔട്ട്ഡോറിനും ഹാങ് ചെയ്യാവുന്ന ചട്ടികളും എല്ലാം സെപ്പറേറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആ വളങ്ങളും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ വളങ്ങൾ എന്ന് പറയുമ്പോൾ ചകിരിച്ചോറ്, ജൈവവളം, ചാണകപ്പൊടി, പോട്ടിംഗ് മിക്സ്, അതുപോലെ ഡിഫറെൻറ്റ് ഗാർഡൻ മിക്സർ എല്ലാം തന്നെ നമുക്കിവിടെ വളങ്ങളും കൂടെ ഇവിടെ വന്നാലും നമുക്ക് കിട്ടും. നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള ചട്ടികളാണ്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പിലുണ്ട്, ഡിഫറെൻറ്റ് സൈസിലുണ്ട്. അതുപോലെ ഇൻഡോർ ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ് പോട്ടുകളും അവൈലബിൾ ആണ് നമുക്കിവിടെ. ഇത്രയും വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ പല കളറിലാണ് നമുക്കിത് ഇവിടെ ഉള്ളത്. ഏറ്റവും വിലക്കുറവിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ വാങ്ങിക്കാൻ നല്ല ഇവിടുത്തെ ചേട്ടൻ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ചെയ്തു തരുന്നൊരു കാര്യം കൂടിയാണ് ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ളൊരു കാര്യം. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കണം അല്ലെങ്കിൽ പുതിയ ഇൻഡോറിൽ നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പോട്ട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ നമ്മളെ മണ്ണൂത്തി അഗ്രോ ഗാർഡൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായി കാണുന്ന മുഴുവൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സ് ആണ് ശരിക്കും, വെജിറ്റബിൾസ് നമ്മൾ അപ്പുറത്ത് കണ്ടാണ്. ഇവിടെ മുഴുവൻ നമ്മൾ മറ്റേ മാവ്, പ്ലാവ് അല്ലെങ്കിൽ അതുപോലുള്ള തൈകളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ. കവുങ്ങ്, തെങ്ങ്, ഏറ്റവും വിലകുറവായിട്ടുള്ള തെങ്ങും തൈയെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നാരകം, അങ്ങനെയുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷൻസ് ഇവിടെ ഒരുപാടുണ്ട്. ഇത് നെല്ലിക്കത്തൈയാണ്, അത്യാവശ്യം വളർച്ചയായിട്ടൊരു നെല്ലിക്കത്തൈയാണ്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ കാശ്മീർ ബേർ കാണാൻ പറ്റും. അതായത് എലന്തപ്പഴം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഈ കാണുന്നതാണ് എലന്തപ്പഴം അല്ലെങ്കിൽ കാശ്മീർ ബേർ. അപ്പോൾ അതിനകത്തത് നമുക്ക് കാണാം ചെറിയ ചെറിയ മൊട്ടുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രായമായിട്ടുള്ള ചെടിയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് നാരങ്ങത്തൈ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇത് റെഡ് സ്ട്രോബെറി ആണ്. ഓക്കെ, അടുത്തേ നമുക്ക് വന്നിട്ട് അവക്കാഡോ വരുന്നുട്ടോ. നമ്മൾ അവക്കാഡോ ബട്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇപ്പോൾ എന്താ പറയുക, കുറച്ച് കാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. നമ്മൾ ട്രോപ്പിക്കൽ ഒരു പ്ലാന്റ് ആണ്, ഇത് ബഡാണ് വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന രീതിയിലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ബഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് ഒന്നും വെച്ച് പോകാതെ നമുക്ക് ഇതൊരു ചെറിയ സ്ഥലത്ത് പോലും നമുക്ക് വെച്ച് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം നല്ലൊരു സൈസുള്ള ഒരു എന്താ പറയുക പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റ്സും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അടുത്തത് ഈ കാണുന്ന ഊതിൻ്റെ ഒരു മരങ്ങളെന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെടികളാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 5 അടി ഹൈറ്റ് വരുന്നുണ്ട്. ഊതിൻ്റെ മരങ്ങളാണ്. ഇപ്പോൾ അത് അത്യാവശ്യം ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെന്തോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ അങ്ങനെ ഊതാക്കി മാറ്റാവുന്ന രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഊതിൻ്റെ കളക്ഷൻസും കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ഇത് ഈ കാണുന്നത് ഇത് മധുരപ്പഴം എന്ന് പറയും കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും. നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന ഒരു ചെടിയാണിത്. ജമൈക്കൻ ചെറി എന്നാണ് ഇതിനൊരു ഇംഗ്ലീഷ് നാമം അറിയപ്പെടുന്നത്. നമ്മൾ മധുരപ്പഴം എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ അതിൻ്റെ വലിയൊരു സൈസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10 അടി ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് അടക്കം ഉണ്ട്. ഇതൊക്കെ പണ്ട് എന്താ പറയുക റോഡ് സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ്. ഇന്നിപ്പോൾ ഇതും ആൾക്കാർ വെച്ച് തുടങ്ങി. അപ്പോൾ ആ ഒരു പ്ലാന്റും കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. ജമൈക്കൻ ചെറി, അതായത് നമ്മുടെ മധുരപ്പഴം, സാധാരണ നമ്മുടെ മധുരപ്പഴം. അടുത്തതേ നമ്മുടെ മധുരപ്പഴമായ മട്ടോവയാണ് ഉള്ളത് കേട്ടോ. നല്ല എന്താ പറയുക അതിമധുരമായിട്ടുള്ള മട്ടോവ പ്ലാന്റ് ആണിത്. അപ്പോൾ അതിൻ്റെയും ഏകദേശം കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇവർക്ക് ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ വലിയ ബാഗ് ആണെങ്കിൽ ചെറിയ ബാഗും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 16ന്റെ ബാഗാണ്. ചെറിയ ബാഗും ഇവർക്ക് അവൈലബിൾ ആണ്. മട്ടോവ ഇപ്പോൾ എന്താ പറയുക ഒരുവിധം എല്ലാവരും വന്നു തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭയങ്കര സ്വീറ്റാണ് കേട്ടോ. അതിൻ്റെ തോട് വന്നിട്ട് നല്ല കട്ടിയുള്ളതും എന്നാൽ അതിൻ്റെ പഴം വന്നിട്ട് നല്ല സ്വീറ്റ്, നമ്മുടെ റംബൂട്ടാനേക്കാളും നല്ല സ്വീറ്റുള്ള ഒരു പഴം കൂടാണിത് മട്ടോവ. അടുത്തൊരു പ്ലാവാണ്. പ്ലാവ് എന്ന് പറയുന്നത് നമ്മുടെ കംബോഡിയൻ ജാക്ക് എന്നറിയപ്പെടുന്നതാണ്. അതായത് നമ്മുടെ വിയറ്റ്നാമുകളിൽ ഉണ്ടല്ലോ
അതിൻ്റെയൊക്കെ ഒരു ഇതിൽ പെടുന്ന തന്നെയാണ്. അത്രയും എന്താ പറയുക, പെട്ടെന്ന് കായ്ക്കുന്ന നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് 21ന്റെ സൈസുള്ള കവറിലാണ് വെച്ചിരിക്കുന്നത്. ചെറിയ സൈസുള്ള കവറും കൂടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തന്നത് വലിയ പ്ലാന്റിന്റെ കാണിച്ചു തന്നുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് വലിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ വലിയ കവറിലുള്ള പ്ലാന്റ്സ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. ചെറിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അടുത്തേ ഒരു വെറൈറ്റി പ്ലാന്റ് ആട്ടോ. നമ്മൾ അധികം നഴ്സറികളിൽ കണ്ടുവരാത്തൊരു പ്ലാന്റ് ആണിത്. ഏലം കേട്ടോ. ഏലത്തിന്റെ പ്ലാന്റ് ആണിത്. നമ്മൾ ഹൈ റേഞ്ചുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണിത് ഏലം. അപ്പോൾ ആ പ്ലാന്റും ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ ചെറിയ ചെറിയ തൈകളും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഏലത്തിന്റെ. അപ്പോൾ അത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം കേട്ടോ. അത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും സുലഭമായിട്ട് കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അപ്പോൾ അതിന്റെ പ്ലാന്റ്സ് ആണ് ഇത് കാണുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. റെഡ് വേർഷൻ ആട്ടോ വരുന്നത്. ഇവിടെ എല്ലാതും ഉണ്ട്, എല്ലാ കളേഴ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന റെഡ് ആണ് കേട്ടോ. അടുത്ത മാവുകളുടെ ഒരു സെക്ഷനാണ്. ഇവിടെ എല്ലാ തരം മാവുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ ഒരുവിധ എല്ലാ തരത്തിലുള്ള നാംഡോക്ക് പോലുള്ള മാവുകളും എല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാടൻ മാവുകളും കിട്ടും, അതല്ലാത്ത വെറൈറ്റികളായിട്ടുള്ള എല്ലാ മാവുകളും കിട്ടും. അപ്പോൾ മാവുകളുടെ നല്ലൊരു സെലക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ട് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 6 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ്. ഒരു എന്താ പറയുന്ന എല്ലാം ഫ്ലവറിങ് ചെയ്ത് കായായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് ഈ കാണുന്ന ചെടിയാണോ. ഈ കാണുന്ന ചെടി വന്നിട്ട് ഇതൊരു ഇൻസുലിൻ പ്ലാന്റ് എന്നാട്ടോ പറയപ്പെടുന്നത്. ഒരു മെഡിസിനായിട്ട് വാല്യൂ ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് യൂസ് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും മെഡിസിനൽ വാല്യൂ ഉള്ള അതിന് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ഷുഗറിനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. ഇൻസുലിൻ പ്ലാന്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. അവളെ അടുത്തത് ഈ കാണുന്നത് അബിയുവിന്റെ പ്ലാന്റ് ആട്ടോ. അബിയുവിന്റെ പ്ലാന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് കണ്ടാൽ മനസ്സിലാവും എത്ര ഉണ്ടെന്ന്. ഇപ്പൊ ഇവൻ തന്നെ ഏകദേശം 5-8 ഉണ്ട്. അപ്പൊ അതിനേക്കാളും നല്ല ഹൈറ്റിൽ ഒരു 7 അടിയോളം പൊക്കം വരുന്ന പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അബിയുവിന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ ഇലയൊക്കെ കണ്ടോ, നല്ല എന്താ പറയുക, ഒരു വൃത്തിക്ക് നോക്കിയിട്ടുണ്ട്. നല്ല പ്ലാന്റ്സ് ആണ്, അത്യാവശ്യം വലിയ കവറിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാ. അപ്പൊ നിങ്ങൾക്ക് റേറ്റും കാര്യമൊക്കെ അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിന്റെ റേറ്റും കാര്യമൊന്നും ഇപ്പൊ പറയുന്നില്ല. ഞാൻ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിളിച്ച് വരാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയോട് കൂടി ഇവർ നോക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അബിയു എന്ന് പറയുന്നത് എന്താ പറയുക, ഇപ്പൊ നല്ല അറിയാത്തവർക്ക് വേണ്ടി പറയണം, അത്രയും ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കേട്ടോ. ഒരു കരിക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് എല്ലാവർക്കും വെക്കാവുന്ന ഒരു പ്ലാന്റും കൂടെയാണ് കേട്ടോ. അടുത്ത ഹോം ഗ്രൗണ്ട് സാന്തോൾ പ്ലാന്റ് ആണ് കേട്ടോ. ഈ കാണുന്ന സാന്തോളാണ്. ഇത് കായായിട്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഫ്രൂട്ടൊക്കെ വന്നിട്ടുണ്ട്. സാന്തോളിന്റെ പ്ലാന്റ് ആണത്. അത്യാവശ്യം നല്ലൊരു കവറിലൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോം ഗ്രൗണ്ടിലെ പ്ലാന്റ് ആണ് അത് വരുന്നത്, സാന്തോളിന്റെ. അടുത്ത നമ്മുടെ മാംഗോസ്റ്റിൻ ആട്ടോ. മാംഗോസ്റ്റിന്റെ ഒരു 4 അടി ഹൈറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഏകദേശം ഒരു 1, 2, 3 പട്ട വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു കവറിലാണ് ഇവർ വെച്ചേക്കുന്നത്. അപ്പോൾ മാംഗോസിന്റെ കളക്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തായ്ലാൻഡ് പിങ്ക് പേരൊക്കെയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തൈയാണ് ശരിക്കും. ഇത് നമുക്ക് ഏകദേശം ഇത്രയും പൊക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. കട്ട് ചെയ്ത് നോക്കി തന്നെ മനസ്സിലാവും. നമുക്ക് ഇതിനകത്ത് റെഡ് കളറിൽ കാണും. കുരുവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാനും കുരു ഇല്ലാതെ തന്നെ കഴിക്കാനും പറ്റും. നല്ല അത്യാവശ്യം ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ തായ്ലാൻഡ് പിങ്ക് പേര എന്ന് പറയുന്നത്. ഇത് സ്ട്രോബെറി പേരയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തൈ തന്നെയാണ് ഇത്. റെഡ് കളറിൽ വരുന്ന റെഡ് സ്ട്രോബെറി പേരയാണ്. റെഡ് സ്ട്രോബെറി പേരയാണ് ഈ വരുന്നത്. വലിപ്പമുള്ള തൈ തന്നെയാണ്. അത്യാവശ്യം നല്ല തൈ, അടിപൊളി തൈ തന്നെയാണ്. ഈ റെഡ് സ്ട്രോബെറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിക്കും കേട്ടോ. അത് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഒരു പുളിയും മധുരവും കൂടെ ചേർന്നിട്ടൊരു ടേസ്റ്റാണ് ഇതിനകത്ത്. കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ഓർണമെന്റ് ആയിട്ടും വെക്കാം, അല്ലാതെ നമുക്കൊരു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു നമ്മുടെ സാധാ പേരൊക്കെ കഴിക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരു ചെറിയൊരു മധുരം, ഒരു പുളിപ്പും കൂടെ ചേർന്നിട്ട് അത് ഏകദേശം ഒരു സ്ട്രോബെറിന്റെ ഒക്കെ ചെറിയ ടേസ്റ്റ് വരും. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്. അടുത്തത് ജാതിയാണ്. ജാതിയുടെ ചെറിയ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഒരു 3 അടി 4 അടി ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സ്വീറ്റ് ലോങ്ങൻ അല്ലേ, സ്വീറ്റ് ലോങ്ങൻ്റെ പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു 4 അടി ഏകദേശം ഹൈറ്റ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. സ്വീറ്റ് ലോങ്ങൻ്റെ വൈറ്റ് വേർഷൻ ആട്ടോ വരുന്നത്. അടുത്ത ലിപ്പോട്ട പ്ലാന്റ് ആട്ടോ. നമ്മളെ മരമുന്തിരി കണ്ടല്ലോ, അതുപോലത്തെ ഒരു പ്ലാന്റ് ആണ് ലിപ്പോട്ട എന്ന് പറയുന്നത്. അത്യാവശ്യം സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ വേർഷനും ഉണ്ട്. പിന്നെ ഈ കാണുന്ന കുടംപുളി കേട്ടോ. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന കുടംപുളിയാണ്. കുടംപുളിയുടെ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഓരോന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും പല ആവശ്യങ്ങളായിരിക്കും. ചിലർക്ക് ഫ്രൂട്ട്സ് ആയിരിക്കും ആവശ്യം, ചിലർക്ക് വെജിറ്റബിൾസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാതും എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ഓരോന്ന് നോക്കിയിട്ട് മേടിക്കാമല്ലോ. എന്താ മാവിൻ്റെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് പറഞ്ഞല്ലോ. ഒരുപാട് മാവുകളുണ്ട് കേട്ടോ. പല സ്ഥലത്തായിട്ടാണ് ഇവർ മാവുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് മാവുകളുടെ തൈ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് ചാമ്പയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ.
ഒരുവിധം എല്ലാ ചാമ്പയും ഉണ്ട്. അപ്പോൾ ചാമ്പ നോക്കുന്നവർക്ക് ചാമ്പ വാങ്ങാവുന്നതാണ്. അത്യാവശ്യം ഫ്ലവറിങ് ചെയ്ത് ഫ്രൂട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടറിയാം കണ്ടോ, ഏകദേശം ഫ്രൂട്ടായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചാമ്പയുടെയും ഒരു വലിയ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ബുഷ് ഓറഞ്ച് ആണ്. ബുഷ് ഓറഞ്ച് അല്ലെങ്കിൽ സ്വീറ്റ് ഓറഞ്ച്, നാരകം, അങ്ങനെയുള്ള എല്ലാ ചെടികളും, നാരകത്തിന്റെ ഒരു വെറൈറ്റീസ് ചെടികളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോൾ വന്നാലും നമുക്ക് ഇങ്ങനത്തെ ഇതിന്റെ എല്ലാ പ്ലാന്റ്സും അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഇവിടെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് വിളിച്ചാൽ മതി. പ്ലാവുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അത്യാവശ്യം ഇത് ചെറിയ പ്ലാന്റ്സ് ആയിട്ടാണ്, വലിയ പ്ലാന്റ്സ് അല്ല, വലുത് അപ്പുറത്തുണ്ട്. ഇത് നമുക്ക് വിയറ്റ്നാം പ്ലാന്റ്സ് ആണ് വരുന്നത്. അതേപോലെ വിയറ്റ്നാം റെഡും വരുന്നുണ്ട്, അതിനകത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം യെല്ലോ വേർഷൻ വരുന്നത് നോർമൽ. അപ്പോൾ റെഡും വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ J33 ഉണ്ടല്ലോ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, അതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പ്ലാവിൻ്റെ നല്ലൊരു കളക്ഷൻസ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാവ് നോക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുവിധം എല്ലാ കളക്ഷനും ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലാവ് മാത്രമല്ല, ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരിക്കും. ഇപ്പോൾ തൊട്ടടുത്താണ് നിൽക്കുന്നത് പേര നിൽക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുവിധം എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ അന്വേഷിച്ച് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് കാണാൻ നമ്മളെ കാഷ്യൂ ആണ് കേട്ടോ. കാഷ്യൂ പഴം ഇല്ലേ, നമ്മളെ പറങ്കി മാങ്ങ എന്നൊക്കെ പറയുന്ന പഴം ഉണ്ടല്ലോ, അതിൻ്റെയാണ്. അപ്പോൾ നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് റെഡ് വേർഷനാണ് വരുന്നത്, ബഡ് പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഡാണ് വരുന്നത് കേട്ടത്. അപ്പോൾ കാഷ്യൂ നോക്കുന്നവർക്ക് അതും ഇവിടെ അവൈലബിൾ ആണ്. അതിന് തൊട്ടടുത്ത് ഇത് സപ്പോർട്ട നിൽക്കുന്നുണ്ട്. പിന്നെ സപ്പോർട്ടയുടെ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. സപ്പോർട്ടയുടെ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നത്. ഇത് മറ്റേ കലാപാതി എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഇത് വരുന്നത് ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ്. ആ റൗണ്ട് ഷേപ്പായിട്ട് നിൽക്കുന്ന സപ്പോർട്ടാണ്. പിന്നെ ബനാന സപ്പോർട്ട വരുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ടകളുടെ എല്ലാ വെറൈറ്റിയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക, കടഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല വലുപ്പമുള്ള കടയായിട്ടാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. അടുത്ത് ഈ കാണുന്ന ഒരു കവുങ്ങാണ് കേട്ടോ. കവുങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി കവുങ്ങാണ്. അതിൻ്റെ പേര് കുഴിമംഗള കവുങ്ങ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ മറ്റുള്ള കവുങ്ങ് പോലെ അത്ര ഹൈറ്റായിട്ട് പോവുകയോ പട്ട വിരിയുകയോ ചെയ്യില്ല. നമുക്കിത് അലങ്കാരമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കവുങ്ങാണ്. ഒരു 6 അടി ഹൈറ്റ് മാത്രമേ പോവുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ പട്ട ഒരിക്കലും വിരിയില്ല, അതുപോലെ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു അലങ്കാരമായിട്ട് വെക്കാൻ പറ്റും. ഇതിൽ അടക്കയും കൂടെ ഉണ്ടാവും കേട്ടോ. അല്ലാതെ അടക്കം ഉണ്ടാവാതെ വെറുതെ അലങ്കാരം മാത്രമല്ല, അടക്കയും ഉണ്ടാവും, അലങ്കാരമായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത് നമ്മുടെ അനാറിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. അനാറിൻ്റെ പ്ലാന്റ്സും ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റിൽ ഇപ്പോൾ ഒരുപാട് അനാർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാർ ഒരുവിധം എല്ലാ നഴ്സറികളും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അനാറിൻ്റെ പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അത്ര വലിയ ചെടിയൊന്നും അല്ല കേട്ടോ. ഇതൊരു ഏകദേശം 2 അടി ഹൈറ്റ് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തേ ചൈനീസ് പേരയാണ് കേട്ടോ. നമ്മൾ ചൈനീസ് പേര എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അലങ്കാരമായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വളർത്താവുന്നതാണ്. നല്ല ബുഷായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഒരുപാട് പേരൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ പേരൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഒരുപാട് ഉണ്ടാവും കേട്ടോ. നല്ല ബുഷായിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വളർത്താവുന്ന നമുക്കൊരു അലങ്കാര വസ്തുവായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. നമ്മൾ നോർമൽ പേരക്ക എന്നതിലുപരി അലങ്കാരമായിട്ടും വളർത്താം. ഒരുപാട് പേരക്ക ഉണ്ടാവും. ചെറിയ ചെറിയ പേരക്ക ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മുടെ സ്വീറ്റ് അമ്പഴം കേട്ടോ. അത്യാവശ്യം ഫ്രൂട്ട്സ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ സ്വീറ്റ് അമ്പഴത്തിൽ നിൽക്കുന്നത്. ഒരു 2 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. സ്വീറ്റ് അമ്പഴത്തിൻ്റെയും ഒരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ മിൽക്ക് ഫ്രൂട്ടാണ് കേട്ടോ. മിൽക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്സ് വരുന്നുണ്ട്. പർപ്പിളും വൈറ്റും ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പ്ലാന്റ്സ് വരുന്നുണ്ട്. പീനട്ട് ബട്ടർ ഫ്ലവറിങ് ആയിട്ടും കായ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പീനട്ട് ബട്ടർ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടൊന്നുമല്ല. അതിനായിട്ട് ടേസ്റ്റ് ചിലർക്ക് പറ്റുള്ളൂ. അതുപോലെ നോനി ഫ്രൂട്ട് വരുന്നുണ്ട് കേട്ടോ. നോനി ഫ്രൂട്ട് ഇതിൻ്റെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, കായായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നോനി ഫ്രൂട്ട്. അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വലിയ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു 6 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റ് ആണ് നിൽക്കുന്നത് കേട്ടോ നോനി ഫ്രൂട്ടിൻ്റെ. അതേപോലെ പീനട്ട് ബട്ടറും അതെ, അത്യാവശ്യം 6 അടി 7 അടി ഹൈറ്റ് നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയിട്ടേ റംബൂട്ടാൻ ഇല്ലെങ്കിൽ മോശമല്ലേ. റംബൂട്ടാൻ ഇല്ലാത്ത എന്ത് ഫ്രൂട്ട് പ്ലാന്റ്സ്. അപ്പോൾ റംബൂട്ടാനാണെങ്കിൽ കാണുന്നത് N18 പ്ലാന്റ്സ് ആണ്. ഒരു 7 അടി 8 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. വലിയ കവറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സും ഉണ്ട്, വലിയ പ്ലാന്റ്സ് ഉണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 8 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റ്സും കൂടെ അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സും കൂടെ റംബൂട്ടാൻ്റെ ഇവിടെ ഉണ്ട്. അടുത്ത ഈ ചെടി പറഞ്ഞാലേ കാണുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഇത് പാൻ മസാല എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. പാൻ മസാല പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വേറെ സംഭവങ്ങളൊന്നുമല്ല. അതായത് ഇതിൻ്റെ ഇല നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ വായിട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ഈ പാൻ മസാലൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ വരും. വായ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണിത്, പാൻ മസാല പ്ലാന്റ്. അടുത്ത ഇത് കാണുന്ന ചെമ്പകത്തിൻ്റെ പ്ലാന്റ് കേട്ടോ. ചെമ്പകത്തിൻ്റെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആണ്. ഒരു 6 അടി 6.5 അടി ഹൈറ്റ് വരുന്ന പ്ലാന്റുകളാണിത്. ഇത് റെഡ് വേർഷനാണ് വരുന്നത്, വൈറ്റും ഉണ്ട് കേട്ടോ. 2 കളറും അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് വരുന്നത്. അത്യാവശ്യം കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ചെമ്പകത്തിൻ്റെ പ്ലാന്റും ഇവിടെ ഉണ്ട് കേട്ടോ.
നമ്മളിപ്പോൾ നേരത്തെ ചെമ്പകം കണ്ടല്ലോ റെഡിന്റെ, അതിന്റെ തന്നെ വേറെ പച്ച ചെമ്പകം എന്ന് പറയുന്ന ഒരു ഐറ്റമാണിത്. ലാങ്കി ലാങ്കി എന്ന് പറയും. ഇതിങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന ഒരു ചെമ്പകമായിരിക്കും കേട്ടോ. കാണാനും നല്ല ഭംഗിയാണത്. അപ്പോൾ ആ ഒരു വേർഷൻ ഇവിടെ ഉണ്ട്. ചെമ്പകമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ ചെമ്പകത്തിന്റെ പല വേർഷൻസും ഇവിടെ ഉണ്ട്. ഈ കാണുന്ന നമ്മൾ സ്വീറ്റ് ലൂവിയാണ് കേട്ടോ. ലൂവിന്റെ സ്വീറ്റ് ടൈപ്പ് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് സ്വീറ്റ് ലൂവി. അപ്പോൾ ആ പ്ലാന്റ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റാർ ഫ്രൂട്ടാണ് വരുന്നത്, ജമൈക്കൻ സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്രത്യേകത നമുക്ക് അറിയാലോ. നമ്മൾ നോർമൽ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കണ്ടുവന്നിരുന്ന ഒരു സംഭവമാണ് സ്റ്റാർ ഫ്രൂട്ട്. കട്ട് ചെയ്യുമ്പോൾ സ്റ്റാറിന്റെ ഒരു ആകൃതിയിൽ വരുന്ന ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്രൂട്ട് പ്ലാന്റും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സപ്പോട്ട വരുന്നുണ്ട്, ബനാന സപ്പോട്ട വരുന്നുണ്ട്. അത് ഫ്ലവറിങ് ആയിട്ടും കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ ബനാന സപ്പോട്ട. അപ്പോൾ ബനാന സപ്പോട്ട പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ സപ്പോട്ട പ്ലാന്റ്സ് കാണിച്ചിരുന്നു, അത് ക്രിക്കറ്റ് ബോളൊക്കെ ആയിരുന്നു. എന്നാൽ ഇത് ബനാന സപ്പോട്ടയാണ്. അത്യാവശ്യം കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് പാഷൻ ഫ്രൂട്ടിന്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ചെറിയ ചെറിയ പാഷൻ ഫ്രൂട്ടിന്റെ പ്ലാന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുന്തിരി കേട്ടോ, മുന്തിരിന്റെ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് മുന്തിരി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുന്തിരിന്റെ പ്ലാന്റ്സും വരുന്നുണ്ട്. ഫ്ലവറിംഗ് ഒന്നും ആയിട്ടില്ല കേട്ടോ, ചെറിയ പ്ലാന്റ് ആണ്. ഫ്ലവറിംഗ് ഉള്ളത് വരുമായിരിക്കും. ഇപ്പോൾ ഉള്ളത് ഈ ഒരു തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. പ്ലാന്റ്സിന്റെ പേര് കലാത്തിയ ലൂട്ടിയ. ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഫിഡോലൻഡ്ര ക്രീപ്പർ ടൈപ്പ് ആണ്. ഇത് ഫേൺ വെറൈറ്റി അഗ്ലോണിമയുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വരുന്നത്. ഇതാണെങ്കിൽ മെഡിനില എന്ന് പറയും. ഒരു മുന്തിരിക്കൊല പോലെ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് അഗ്ലോണിമ. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്. മൂൺഷൈൻ, അലോക്കേഷ്യ ബിഗ് സൈസ് വരുന്നത്. ഇത് ഫിംഗർ പാമാണ്. ഫിംഗർ പാമ മിനിച്ചറും വരുന്നുണ്ട്. 2 വെറൈറ്റി വരുന്നുണ്ട്. സ്റ്റാർലൈറ്റ് പ്ലാന്റ് ആണ്. സ്റ്റാർലൈറ്റിന്റെ വലിയ സൈസ് ഇതാണ്. ഇത് സയാഗ്ര ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഫൈക്കസ് പ്ലാന്റ് ബ്ലാക്ക് ആണ് വരുന്നത്. ഇൻഡോറും ഔട്ട്ഡോറും ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്. ഒരു മാൾപീജിയ, നമുക്ക് ബോർഡുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള മാൾപീജിയ, നെറ്റിലൊക്കെ പടത്തി വിടാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഗോൾഡൻ സൈപ്രസ് ബോൾ ടൈപ്പ് വരുന്നത്. ഇത് വരുന്നത് പവിഴമുല്ല. ഡെക്കോമ യെല്ലോ ടൈപ്പ് വരുന്നത് കുറച്ച് വലുതാവുന്ന ടൈപ്പ് ചെടികളാണ്. ഇത് ബ്ലീഡിങ് ഹാർട്ട്, അരേലിയ ചെറിയ പ്ലാന്റുകളാണ്. ഇത് ടെർമേലിയ വൈറ്റിന്റെ ചെറിയ പ്ലാന്റ് വരുന്നത്. വലിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ സൈപ്രസിന്റെ കുറച്ച് വലിയ പ്ലാന്റുകളാണ്. ടെർമേലിയ ഗ്രീന് മാഗ്നറ്റ് എന്ന് പറയും ഈ പ്ലാന്റ്. യുജീനിയയുടെ വൈറ്റ് 2 വെറൈറ്റി വരുന്നു. ഇത് സാധാ യുജീനിയ. തെച്ചി ലോങ് ലീഫ് തെച്ചികളാണ്. അത് പിങ്ക് സൈപ്രസിന്റെ ചെറിയ പ്ലാന്റ്. അരേലിയ. പിന്നെ വാഴകളുടെ കളക്ഷനാണ്. വാഴ, ഞാലിപ്പൂവൻ, ചെങ്കദളി, റോബസ്റ്റ്, പൂജാകദളി, ബജിവാഴ, നേന്ത്ര, അങ്ങനെ ഒരു 10ഓളം വെറൈറ്റി വാഴകൾ വരുന്നുണ്ട്. മൺചട്ടികളാണ്. മണി പ്ലാന്റിന്റെ 3 വെറൈറ്റികളാണ്. നിയോണ്, കോത്തീസ്, എൻജോയ്, മാർബിൾ ടൈപ്പ്. അതുപോലെ ടെറീനോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇൻഡോറും ഔട്ട്ഡോറും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇത് റബ്ബർ പ്ലാന്റ് വെരിക്കേറ്റഡ് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. ഇത് സെല്ലം, സെനഡു ഇൻഡോർ പ്ലാന്റ് ആണ്. പെർക്കുറിയുടെ ചെറിയ പ്ലാന്റുകൾ. ചെടിച്ചട്ടികളാണ്. നല്ല അടിപൊളി മൺചട്ടികളാണ്. ചെറുതും വലുതായിട്ടുള്ള എല്ലാ സൈസും ഉണ്ട്. കുറച്ചധികം ഡിസൈനും ഉണ്ട്. ഇതിപ്പോൾ പ്ലെയിൻ ഇതുണ്ടോ, ഇങ്ങനെ ഹെഡിൽ വരുന്ന ഡിസൈൻസ് ഉണ്ട്, ഡിസൈൻ ഇല്ലാതെ ഉണ്ട്. പ്ലെയിൻ ടൈപ്പിൽ വരുന്ന മൺചട്ടികളുണ്ട്, അല്ലാത്തതും ഉണ്ട്. കുറച്ചധികം തന്നെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെടി മാത്രമല്ല, ചെടിയുടെ ചട്ടി ഒരുമിച്ച് വാങ്ങിക്കാം നമുക്ക് ഇവിടെ നിന്ന്. റോസ്മേരി പ്ലാന്റ് ആണത്. നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ്. അത് മോൺസ്ട്ര ക്രീപ്പർ ടൈപ്പാണ്. ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ്. സ്ട്രോബെറി ആണ് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ലാത്ത തരത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രോബെറി ടൈപ്പ് പ്ലാന്റ്. അതൊന്ന് റെഡ് ലേഡി പപ്പായ ഒറിജിനൽ. ഇത് വള്ളി ടൈപ്പ് കുരുമുളകാണ്. കരിമുണ്ട എന്ന് പറഞ്ഞ വെറൈറ്റികളാണ്. ശംഖുപുഷ്പം ഹൈബ്രിഡ് വെറൈറ്റി ടൈപ്പ്. പിന്നെ വരുന്നത് നീലമരി, അരുത. ഇത് ഫിഗാണ് വരുന്നത്. ഇൻഡോറിലേക്ക് ഉപയോഗിക്കുന്ന ഫിഗ് പ്ലാന്റ്. ഇത് എലിഫന്റ് ടൈപ്പ് മോൺസ്റ്റർ. ചെമ്പരത്തിയുടെ പ്ലാന്റുകളാണ്.
മൾട്ടി കളർ വരുന്ന ടൈപ്പ്. ജമന്തി, കുറച്ച് വെറൈറ്റി ഫിഷസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഷാർക്ക് ഉണ്ട്, ഗപ്പീസ് പല വെറൈറ്റീസ് ഉണ്ട്, ഏഞ്ചൽസ്, മോളി, ഫൈറ്റർ ഫീമെയില്, പിന്നെ ടൈഗർ, കാർപ്പ്, ഗൗരാമി, കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഗാർഡൻ്റെ പേര് വരുന്നത് മണത്തി അഗ്രി ഗാർഡൻ എന്നാണ്. പാലക്കാട് ജില്ലയിലെ മങ്കര തിയേറ്റർ സ്റ്റോപ്പിലാണ് വരുന്നത്, സ്ഥാപനം വരുന്നത്. പേര് ഷമീർ എന്നാണ്. ഫോൺ നമ്പർ 9388939411. നിലവിൽ ഡെലിവറി സംവിധാനം ഇല്ല, ഭാവിയിലേക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട്, പരിഹരിക്കാവുന്ന സംഗതിയാണ്.